ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ആൾക്കൂട്ട കൊലപാതകം, അക്രമം, വിദ്വേഷ പ്രസംഗങ്ങൾ കഴിഞ്ഞ 20 ദിവസത്തിനിടെ ഇതെല്ലാം രാജ്യം കാണുന്നുണ്ട്. അതായത് മോദി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം, 3ാം തവണ വന്നതിന് ശേഷം 20 ദിവസത്തിനിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. 6 ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടത്. അതിൽ ഏറ്റവും ഒടുവിൽ കേട്ടത് ഗുജറാത്തിൽ നിന്നാണ്. അതിനു മുൻപ് ഉത്തർപ്രദേശിൽ നിന്ന് കേട്ടു, ഛത്തീസ്ഗഡിൽ നിന്ന് കേട്ടു. ബുൾഡോസർ രാജ് നടക്കുന്നുണ്ട്. വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാവൂദ് സർ, 20 ദിവസമേ ആയിട്ടുള്ളൂ മോദി സർക്കാരിൻ്റെ 3ാം ഊഴം ആരംഭിച്ചിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഞങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള സംഭവങ്ങളാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, അതിൽ ഓഫ് കോഴ്സ് ഇപ്പം പൊതുവേ ധരിക്കപ്പെട്ടിരുന്നൊരു കാര്യമുണ്ടല്ലോ, മോഡിയുടെ 3ാം ഊഴം അവർക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത സർക്കാരാണ്, കുറച്ചും കൂടെ ഒരു അയഞ്ഞ ഈ പറയുന്ന വർഗീയതയ്ക്കും വിദ്വേഷത്തിനൊക്കെ കുറവുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും. പക്ഷെ നമുക്ക് ഇപ്പോൾ രേഷ്മ പറഞ്ഞാൽ ഇന്നേക്ക് 22 ദിവസമായി ഈ മോഡി 3-0 അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ ആൾക്കൂട്ടക്കൊല ഒരു മാനദണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ 6 പേരാണ് ആൾക്കൂട്ടക്കൊലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതെ, അതിലേറ്റവും പ്രധാനം രേഷ്മ ഇപ്പോൾ പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഗുജറാത്തിലെ കൊലപാതകം 23-ാം തീയതി നടന്നതാണ്. പക്ഷേ ഇന്നലെ ക്വിൻ്റാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോഴാണ് നാട്ടുകാർ ഇത് അറിയുന്നത്. അവിടെ എന്താണ്, സൽമാൻ വോറ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത്? എന്തെങ്കിലും ക്രിമിനൽ കേസിലോ അല്ലെ അക്രമ സംഭവങ്ങളിലോ ഒന്നിലും ഒരു നിലക്കും ഭാഗമായിട്ടുള്ള ഒരാളല്ല. അവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് സീരീസ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിൽ, സെമി കഴിഞ്ഞു, ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിൽ വിജയ സാധ്യതയുള്ള ടീമിൽ കൂടുതലും മുസ്ലിം കളിക്കാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അവരാണ് ജയിക്കുന്നതെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മൊത്തത്തിലുള്ള സംസാരം അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ടീമിലുള്ള ആളുകൾ തന്നെ അവരുടെ മാനേജേഴ്സിനോട് പറഞ്ഞിരുന്നു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കളി കാണാൻ പോവുകയാണ്. ഒരു തുണിക്കടയിലെ ജോലിക്കാരനാണ് ഈ സൽമാൻ വോറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കളി കാണാൻ പോവുകയാണ്. അവിടെ ഈ വലിയ ജയ് ശ്രീറാം ആക്രോശങ്ങളുണ്ടാകുന്നു, തല്ലിക്കൊല്ലുന്നു. 5000-ഓളം ആളുകൾ കളി കാണാൻ വന്നിട്ടുണ്ട്. അവരിൽ മഹാഭൂരിപക്ഷവും ഇത് നോക്കി നിന്നു, ഇതിന് ചിയർ വിളിച്ചു നോക്കി നിന്നു. അതിൻ്റെ വീഡിയോസ് വൈറലായിട്ടുണ്ട്. അപ്പോൾ ക്വിൻ്റ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ അവർ അപ്പ് ചെയ്തിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം അത് അത്രയും ഗ്രാഫിക് കണ്ടൻറ്റ് ഉൾക്കൊള്ളുന്നതാണ്, പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വീഡിയോ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒടുവിൽ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട് ക്വിൻ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വലിയ റിസ്ക് എടുത്തിട്ടാണ് ഇത്തരം വാർത്തകൾ, അവരുടെ സേഫ്റ്റി തന്നെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്ന് വായനക്കാർ മനസ്സിലാക്കണമെന്നൊരു ഫുട് നോട്ട് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 23-ാം തീയതി നടന്ന ഒരു സംഭവം, മാരകമായിട്ടുള്ളൊരു കൊലപാതകം, ഒരു ചെറുപ്പക്കാരൻ അവന് ഒരു കാരണവുമില്ലാതെ അടിച്ചു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മോഡി ഇത്രയും കാലം ഭരിച്ചിട്ട് ഗുജറാത്തിനെ എങ്ങനെയാക്കി മാറ്റി എന്നുള്ളതാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അവിടെ ഒരു ഹൗസിംഗ് കോളനിയിൽ, ഗവൺമെൻറ് അനുവദിച്ച ഹൗസിംഗ് കോളനിയിൽ 100 ചില്ലാൻ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്ക് യൂണിറ്റ് ഒരു മുസ്ലിം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 100 ചില്ലാനും ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് വീട് കൊടുത്തപ്പോൾ ഒരാൾക്ക് മാത്രം, മുസ്ലിം സ്ത്രീക്ക് കൊടുത്തു. അതിനെതിരെ അവിടെയുള്ള ബാക്കി ഓക്യുപ്പൻസ് എല്ലാവരും ചേർന്നിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അവരെ കയറ്റത്തില്ല, അവരിങ്ങോട്ട് കയറ്റത്തില്ല, അവർ വന്നാൽ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് രേഷ്മ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ഇത്രയും 196 അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു കോംപ്ലക്സിൽ ഒരെണ്ണം ഒരു മുസ്ലിം സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമാകുമെന്ന് അവരെല്ലാവരും ഒത്തുചേർന്ന് ചിന്തിക്കുകയും അവരതിനെതിരെ ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കുകയും, ഇവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് അവർ പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ
എങ്ങനെ മാറ്റിയെടുത്തു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അങ്ങനെ ഗുജറാത്തിൽ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. 10-15 വർഷം കൊണ്ട് ഇന്ത്യയെയും അങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇത് അനസ്യൂതം തുടരുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരും. 2014 മെയ് 26 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വൈകുന്നേരം 6 മണിക്ക്. ജൂൺ 2 മൊഹസിൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു IT എഞ്ചിനീയർ ചെറുപ്പക്കാരനെ നാഗ്പൂരിൽ തല്ലിക്കൊല്ലുന്നുണ്ട്. അവിടെ നിന്നാണ് അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ മൊഹസിൻ ഷെയ്ഖിനെ തല്ലിക്കൊന്നതിന് ശേഷം അവിടുത്തെ സംഘ് പരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നൊരു മെസ്സേജ് ഉണ്ട്, ഫസ്റ്റ് വിക്കറ്റ് വീണു എന്നാണ്. ഫസ്റ്റ് വിക്കറ്റ് നമ്മൾ അഖ്ലാഖിനെ കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അഖ്ലാഖ് സംഭവം ഉണ്ടാകുന്നത് 2015 സെപ്റ്റംബറിലാണ്. പക്ഷെ അതിനു മുമ്പ് ഒരാഴ്ച സ്വയറിങ് ഇൻ ഇപ്പോൾ മോഡിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കൃത്യം ഒരാഴ്ചക്കകം ആദ്യത്തെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഇതല്ല. അപ്പോൾ അഖ്ലാഖിനെ കൊന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രതികരണം ശ്രദ്ധിക്കും. ലോകമാസകലം അതിനോട് പ്രതികരിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിൽ ഒരു സംഭവത്തിൽ 3 മുസ്ലിം ചെറുപ്പക്കാരെയാണ് തല്ലിക്കൊന്നത്. 23, 22, 24 വയസ്സുള്ള എന്താണ് അവർ പശുക്കളെ കൊണ്ടുപോവുകയാണ്. ലോറിയിൽ പശുക്കൾ അറുക്കുക എന്നല്ല, പശുക്കളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കൊണ്ടുപോകുന്നത് അറുക്കാനാണ് എന്ന ഒരു അസംഷനിൽ അറുക്കാനാണ് തന്നെ വിചാരിക്കുക. അവരെ തടയാൻ ഇവർക്ക് ഈ സംഘ് പരിവാറുകാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇനി തടഞ്ഞു നോക്കുക, ഇവരെ ആക്രമിക്കാനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് ഇതാണ് ഇപ്പോൾ കച്ചവടക്കാരാണ്. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തിയിട്ട് 3 ആളുകളെ തല്ലിക്കൊല്ലുകയാണ്. അപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അഖ്ലാഖിനെ തല്ലിക്കൊന്നപ്പോൾ, മൊഹസിൻ ഷെയ്ഖിനെ തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രതികരണം, ഇപ്പോൾ 3 ആളുകളെ തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രതികരണം രേഷ്മ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്താണ് ആ മാറ്റം? ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാവിലെ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നത് പോലെയുള്ള ഒരു സ്വാഭാവിക പരിപാടി മാത്രമാണ് എന്ത് ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത്. അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ജിനോസൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീ കണ്ടീഷനായിട്ട് ജിനോസൈഡ് വാച്ചേഴ്സ് എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതാണ്, നോർമലൈസേഷനാണ്. ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ 3 ചെറുപ്പക്കാരെ തല്ലിക്കൊന്നു ഛത്തീസ്ഗഡിൽ. ഈ മുഹബത്ത് കി ദുഖാൻ തുറക്കാൻ പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് വല്ലതും പറഞ്ഞു? പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ വല്ലതും പറഞ്ഞു? പോട്ടെ, മുസ്ലിം സംഘടനകൾ പോലും, മുഖ്യധാര മുസ്ലിം സംഘടനകൾ പോലും ഒരു പത്രസമ്മേളനം പോലും നടത്തി നമ്മൾ കാണുന്നില്ല. ആ അവസ്ഥ എന്തുകൊണ്ടാണത്? അവരും ഈ നോർമലൈസേഷൻ്റെ ഭാഗമായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു മുസ്ലിം സംഘടനയുടെ പത്രസമ്മേളനം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ഒരു സംയുക്ത പത്രസമ്മേളനം, പ്രതിഷേധ പ്രകടനം വിട്ടേക്കൂ, ഒരു പ്രസ് റിലീസ്? ആകെപ്പാടെ ഞാൻ ഈ വിഷയത്തിൽ കണ്ട ഒരു പ്രസ് റിലീസ് CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയ പ്രസ് റിലീസ് മാത്രമാണ്. അപ്പോൾ ആ നിലക്ക് ഇരകളാക്കപ്പെട്ട ജനത പോലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം ഈ നോർമലൈസേഷൻ പ്രക്രിയ നടക്കുകയാണ്. ഈ 2 ആഴ്ചക്കിടയിൽ നടന്നുള്ള സംഭവങ്ങൾ ഇത് മാത്രമല്ല, ഇതിനിടയിലാണ് ബക്രീദ് വരുന്നത്. ബക്രീദിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള വ്യാപകമായ ആക്രമണങ്ങൾ, അതിലേറ്റവും രസകരമായ സംഭവം, രസകരം എന്ന വാക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല, നഹാൻ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ നഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജാവേദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്, അയാൾ ഒരു തുണിക്കട നടത്തുകയാണ്, അയാളുടെ കട ആക്രമിച്ചു. അയാളെ കട ആക്രമിക്കാൻ കാരണം എന്താ പറയുക? അയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ ബലിമാംസത്തിൻ്റെ ചിത്രം ഉണ്ട്. അപ്പോൾ അഖ്ലാഖിനെ തല്ലിക്കൊന്നതിൻ്റെ പേരിലാണ് ഫ്രിഡ്ജിൽ മാംസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇത് വാട്സപ്പ് സ്റ്റാറ്റസിൽ ബലിമാംസത്തിൻ്റെ ചിത്രമാണുള്ളത്. അപ്പോൾ ഇങ്ങേരുടെ കട തല്ലിപ്പൊളിക്കുന്നു. ഈ നഹാൻകാരനല്ല കേട്ടോ, ഇങ്ങേര് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഉത്തർപ്രദേശിലെ ഷംലി എന്ന് പെരുന്നാളാണ്, ഷംലിയിലേക്ക് പോയതാണ്. അവിടെ നിന്നുള്ള ചിത്രമാണ് പുള്ളി വാട്സപ്പിലിടുന്നത്, വാട്സപ്പ് സ്റ്റാറ്റസ് ആകുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? ഹിമാചലിലെ നഹാനിൽ അയാളുടെ കട തപ്പിപ്പിടിച്ച് പോയിട്ട് അടഞ്ഞു കിടക്കുന്ന കടയാണ്, അത് തകർക്കുന്നു, കൊള്ളയടിക്കുന്നു. അപ്പോൾ അതിന് ശേഷം 3 ദിവസത്തിന് ശേഷം അവിടുത്തെ പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ പറയുക? ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ആ വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള ആ ചിത്രം പശുവിൻ്റെ ഇറച്ചിയല്ല, അത് പോത്തിൻ്റെ ഇറച്ചിയാണ്. ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇതാരാണ് കട തല്ലിപ്പൊളിച്ചതെന്ന് കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, കട തല്ലിപ്പൊളിച്ചത് അറസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നഹാൻ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ സ്റ്റാറ്റസിലുള്ളത് എന്തിറച്ചിയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഷംലി പോലീസ് എന്താ ചെയ്യുന്നറിയോ? ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയോ? വിദ്വേഷം ഉണ്ടാക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്ത് പറഞ്ഞിട്ട്, ചിത്രം ഷെയർ ചെയ്ത് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഫ്രിഡ്ജിൽ
മാംസം സൂക്ഷിച്ചു എന്ന പേരിൽ, വാട്സപ്പ് സ്റ്റാറ്റസിൽ മാംസം കണ്ടു എന്നതിൻ്റെ പേരിലൊക്കെ ഇതിന് ശേഷം ഈ പറയുന്ന സ്ഥലത്ത് 16 മുസ്ലിം കച്ചവടക്കാർ അവരുടെ കച്ചവടം നിർത്തിപ്പോയി എന്നാണ്. കാരണം ആ നിലക്കുള്ള ഭീഷണികൾ വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഈ നോർമലൈസേഷൻ വരികയും ഉത്തരവാദപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നില്ല, മുഖ്യധാര മുസ്ലിം സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുന്നില്ല. എന്താ സംഭവിക്കാമെന്നറിയോ? മനുഷ്യർ പ്രതികരിക്കും. ഇത് കാണുകയും അനുഭവിക്കുകയും ചെയ്ത മനുഷ്യരുണ്ട്. പക്ഷേ അത് നമ്മൾ വിചാരിച്ച വഴികളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഉത്തരവാദപ്പെട്ട സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അവരിത് ഗൗരവത്തിൽ എടുക്കുകയും കാണുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടായി വരും. അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഇത്രയും ഭയാനകമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയിട്ടും ഇപ്പോൾ ദാവൂദ് സാറ് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കൾ ഇതിൽ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. ഇപ്പോൾ CPM ഒരു പ്രസ് റിലീസ് ഇറക്കിയെന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എത്രയോ നേതാക്കൾ ഇവിടെയുണ്ട്, ആരും സംസാരിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നോർമലൈസ് ചെയ്യപ്പെട്ട് പോകുന്നത്? ആരും ഒന്നും മിണ്ടാത്തത് എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം രേഷ്മ, നോർമലൈസ്ഡ് ആവുക എന്ന് വെച്ചാൽ എല്ലാവരും അതിൻ്റെ ഭാഗമാവുക. അത് നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും എല്ലാം അതിൻ്റെ ഭാഗമാകുന്നു. രണ്ടാമത്തേത്, ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷ നിരയിലേക്ക് വന്നു കഴിഞ്ഞു. അവരിനി മുസ്ലിം അവകാശത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്കുമെതിരായി സംസാരിക്കാൻ പോവുകയാണ് എന്നൊക്കെ മുസ്ലിങ്ങൾ തന്നെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും മുസ്ലിം ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധി എവിടെയും സംസാരിച്ചിട്ടില്ല. നമ്മൾ പലകുറി ഇവിടെ പറഞ്ഞ പോലെ വെറുപ്പിനെതിരായി സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോകുന്നു എന്ന ഒരു വിശാല വാചകം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഉപരിപ്ലവ വാചകം. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന്, അതിൻ്റെ അഫക്റ്റഡ് പാർട്ടി ആരാണെന്ന്, അവർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന്, പൗരത്വത്തിൻ്റെ പേരിൽ അവരെ പുറത്താക്കുന്ന പരിപാടി ഞങ്ങൾ തടയുമെന്ന്, അവരാക്രമിക്കപ്പെടുന്ന മേഖലകളിൽ ഞങ്ങൾ സംയുക്ത സംഘം പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് എവിടെയും കോൺഗ്രസോ അതിൻ്റെ നേതൃത്വമോ ഒന്നും എവിടെയും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. എന്നാണ് നമ്മൾ കണ്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പലയിടങ്ങളിലായി മുസ്ലിം പോക്കറ്റുകളിൽ ആക്രമണം നടത്തുകയും മുസ്ലിങ്ങൾ നിരന്തരമായി കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവിടേക്ക് എപ്പോഴെങ്കിലും പോകാനോ പിന്തുണ പ്രഖ്യാപിക്കാനോ ഇത് തെറ്റാണെന്ന് പറയാനോ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മോദി നിരന്തരം ഹെയ്റ്റ് പ്രസംഗിച്ചപ്പോൾ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി? അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി? അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ ഉദ്ദേശം അതല്ല എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങളൊരു മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന സംഘമല്ല എന്ന് സ്ഥാപിക്കാനാണ് അവരുടെ വ്യായാമം മുഴുവൻ, മറിച്ച് മുസ്ലിം പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാനല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുസ്ലിം പ്രശ്നങ്ങൾ നിശബ്ദമായിരുന്ന, പൗരത്വം പോലെയുള്ള വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുകയും വളരെ തന്ത്രപരമായി നീങ്ങുകയും ചെയ്തൊരു സംഘം തെരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് സംസാരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പരിഭവിക്കേണ്ട. അതും നോർമലൈസേഷൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അതിനകത്ത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഈ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് എല്ലാ മുസ്ലിം പ്രശ്നങ്ങളിലും സംസാരിക്കുന്നത് പോലെ ഈ പ്രശ്നത്തിലും അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് എടുത്തു കാണേണ്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷം പ്രസക്തിയോടെ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടി ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഏക പാർട്ടിയായി CPM നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കാണണം. പിന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്താണ്? മോദി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട സംഗതി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുക വഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? മുസ്ലിങ്ങൾ അപരന്മാരാണ്, മുസ്ലിങ്ങൾ ശത്രുക്കളാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശികളല്ല, ഈ രാജ്യത്തിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എടുക്കാൻ അർഹതപ്പെട്ടവരല്ല, അവർ കൊണ്ടുപോകും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരത് കൊണ്ടുപോകാൻ അർഹതപ്പെട്ടവരല്ല എന്നാണ്. അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും, നമുക്കുള്ളത് നിങ്ങളുടെ കെട്ടുതാലി പറിച്ച് അവർക്ക് കൊടുക്കും എന്ന് വെച്ചാൽ മോദി പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞു പഠിപ്പിക്കുന്നതും മുസ്ലിങ്ങൾ അപരരാണ്, അവർ കൊണ്ടുപോകാൻ വന്നവരാണ്, കള്ളന്മാരാണ്, അവരെ ആക്രമിക്കേണ്ടവരാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായ അനുരണനം കാണുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ. ഒന്നാമത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറ്റുപോയ ഇടങ്ങളിലെല്ലാം സ്വാഭാവികമായ വിരോധം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് BJP, RSS പ്രവർത്തകർ അല്ലെങ്കിൽ ഹിന്ദുത്വ ആക്രമണം നടത്തുന്ന കാണുന്നുണ്ട്. നമ്മൾ പലയിടത്തായിട്ടുള്ള കണ്ട കാര്യമാണ്. അത് ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പുതിയ ട്രെൻഡ് എന്താണ്? മതപരമായ ആഘോഷങ്ങളുടെ ഭാഗമാണെങ്കിൽ മതപരമായ ആഘോഷം ഏതെങ്കിലും മുസ്ലിം പള്ളികളുടെയോ മുസ്ലിം കേന്ദ്രങ്ങളുടെയോ ഭാഗത്ത് പോയി പ്രകോപനം ഉണ്ടാക്കുക, പള്ളിക്ക് നേരെ പടക്ക എറിയുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കാവിക്കൊടി കെട്ടുക, അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇപ്പം ഹനുമാൻ ജയന്തി ആയാലും രാമനവമി ആയാലും ഏത് കൈൻഡ് ഓഫ് ആഘോഷമായാലും അത് മറ്റുള്ളവരുടെ മേലെ കയറി തീർക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡ് സംഘ് പരിവാർ, ഹിന്ദുത്വർ ഉത്തരേന്ത്യയിലാകെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അവർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ ഒരു വൈരാഗ്യ ബുദ്ധി പ്രകടമാണ്.
ഉത്തർപ്രദേശിലെ ഫൈസാബാദിലടക്കം തോറ്റുപോയ ശേഷം മോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉത്തർപ്രദേശിനെ കുറിച്ചോ രാമനെക്കുറിച്ചോ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കെറുണ്ടല്ലോ, ജയിപ്പിച്ചില്ലല്ലോ എന്നുള്ള കെറു. അതിൻ്റെ ഒരു ഫിസിക്കൽ വേർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അറ്റാക്സ് മുഴുവൻ. അപ്പോൾ ഇതൊരു ഹിന്ദുത്വ ആൾക്കൂട്ടം ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ആണ്. അതിനപ്പുറം തന്നെ BJP എന്ന് പറയുന്ന പാർട്ടി ഇതിനകത്ത് എന്തുമാത്രം അക്കൗണ്ടബിൾ ആണ് എന്നത് പ്രത്യേകം കണ്ട കാര്യമാണ്. ഇപ്പോൾ 2023 മാത്രം ഇന്ത്യയിൽ 668 കേസുകൾ, റെക്കോർഡഡ് കേസുകൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ക്രൈമുണ്ട്. ആ ക്രൈമിൻ്റെ പലതരത്തിലുള്ള സ്വഭാവം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ BJP എന്തുമാത്രം അക്കൗണ്ടബിൾ, ഇപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ റെക്കോർഡല്ലാത്ത കേസുകളെ ഹിന്ദുത്വ വാച്ച് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് 2023 മാത്രം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വയലൻസിന് അവരെ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന ആഹ്വാനം പരസ്യമായി 239 തവണ ഇന്ത്യയിൽ അരങ്ങേറി. പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷനും ഉണ്ടാവുന്നില്ല, ഒരു കേസും ഉണ്ടാവുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന് അതായത് ടാർഗറ്റിംഗ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടേണ്ടതാണ്, അവ അധിനിവേശത്തിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന സ്പീച്ചസ് 169 എണ്ണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രസംഗങ്ങൾ നടത്തിയ BJP നേതാക്കളുടെ കണക്കെടുക്കാം. BJP നേതാക്കൾ 100 BJP നേതാക്കൾ 100 മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വളരെ പ്രകടമായ വർഗീയത പ്രസംഗിച്ചിട്ടുണ്ട്. ആയുധമെടുക്കണം, കോൾ ഫ്രാംസ്, ആയുധമെടുക്കണം എന്ന ആഹ്വാനം ഉണ്ടായിട്ടുള്ള 93 സ്ഥലത്താണ്. ഈ ആയുധമെടുക്കണം, വംശഹത്യയിലേക്ക് നമ്മൾ കടക്കണം എന്നൊക്കെ പ്രസംഗിച്ചവരിൽ സന്യാസിനിമാർ പോലും ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ സാധാരണ ആളുകളല്ല, ഈ പറഞ്ഞ പ്രത്യേകമായ ഈ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ട് അവിടെയാണ് ഇത് പ്രസംഗിക്കുന്നത് എന്നോർക്കണം. ഒപ്പം ഹിന്ദു അവരുടെ കണക്കെടുക്കുമ്പോൾ റിലീജിയസ് ലീഡേഴ്സ്, അത് സ്പീച്ചസ് ബൈ ഹിന്ദു റിലീജിയസ് ലീഡേഴ്സ് എടുത്താൽ 93 ആധ്യാത്മിക നേതാക്കൾ, സന്യാസിനിമാർ ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടുള്ളവരാണ്. പലരും റിവാർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞവരാണ്. മുസ്ലിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പ്രസംഗം 87 എണ്ണമാണ്. റോഹിംഗ്യകൾക്കെതിരെ മാത്രം 38 പ്രസംഗങ്ങളുണ്ട്. മുസ്ലിം സ്ത്രീകൾ വേട്ടയാടപ്പെടേണ്ടവരാണ് എന്ന 28 പ്രസംഗങ്ങൾ നമുക്ക് ഈ ഇന്ത്യയിൽ 2023 മാത്രം കാണാൻ കഴിയുന്നത്. ഹിന്ദു പ്രസിദ്ധീകരിച്ചാണ് ഈ കണക്ക്. അപ്പോൾ ഇത് ഏതെങ്കിലും മുഖമില്ലാത്ത ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരുന്നതല്ല, ഏതെങ്കിലും ആൾക്കൂട്ടം, കണ്ടാൽ അറിയാത്ത ആൾക്കൂട്ടം നടത്തുന്ന പരിപാടിയല്ല, മറിച്ച് ഈ നായ്ച്ചൂളം എന്ന് പറയുന്ന പരിപാടി നരേന്ദ്രമോദി മുതൽ ഏറ്റവും താഴെയുള്ള BJP നേതാക്കൾ വരെ വിസിലടിക്കുകയാണ്. ആരെയാണ് പിടിക്കേണ്ടത്, ആരെയാണ് ആക്രമിക്കേണ്ടത് എന്ന നിലയ്ക്ക് വിസിലടിച്ചു കൊടുക്കുന്നു. അത് ചെയ്യാൻ ആൾക്കൂട്ടം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ഈ വംശഹത്യയുടെ 10 ഘട്ടങ്ങളെക്കുറിച്ചുള്ള റിസർച്ചുകളുണ്ട്, പഠനങ്ങളുണ്ട്. ആ പഠനം പരിശോധിക്കുമ്പോൾ ഓരോ ഘട്ടങ്ങൾ, ആദ്യം ഒരു കൂട്ടം ആളുകളെ അവർ വേറെ ആളുകളാണ്, നമ്മുടെ പൊതുധാരയിൽപ്പെടുന്നവരല്ല എന്ന് വർഗീകരിച്ച് മാറ്റുക, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്സ് ഇല്ലാത്ത അധിനിവേശക്കാരാണെന്ന് വരുത്തുക, അവർ നമ്മുടെ സംസ്കാരത്തിന് പുറത്തുള്ളവരാണെന്ന് വരുത്തുക, അവർ പുറത്തു പോകേണ്ടവരാണെന്ന് വരുത്തുക, അവർക്കെതിരായിട്ടുള്ള വയലൻസ് സ്റ്റാർട്ട് ചെയ്യുക, വന്ന് അത് 8-9 ഒക്കെ ആകുമ്പം അവർക്കെതിരായിട്ടുള്ള ഏതു വിധേനയുള്ള അക്രമങ്ങളും എന്ന് വെച്ചാൽ അവർക്ക് നിയമപരമായ തുല്യത നിഷേധിക്കുക എന്ന് വെച്ചാൽ പൗരത്വം പോലുള്ള സംഗതികൾ നിങ്ങൾക്ക് തരില്ല, അല്ലെങ്കിൽ 100-ലധികം ആളുകൾക്ക് വീട് കൊടുക്കും, അതിലൊരു വീട് നിങ്ങൾക്ക് തരില്ല എന്നത് സാധാരണവൽക്കരണം ഉണ്ടല്ലോ, അത് വംശഹത്യയുടെ ഏറ്റവും തൊട്ട് മുൻപുള്ള ഘട്ടമാണ്. മറ്റൊന്ന്, അവർ ഏത് തെരുവിൽ ആക്രമിക്കപ്പെട്ടാലും അവയൊക്കെ നിർവികാരമായി ഒരു ജനതയാകെ തന്നെ നോക്കി നിൽക്കുക. അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഘട്ടം നമ്മൾ റുവാണ്ടയിലൊക്കെ കണ്ടതുപോലെ വംശഹത്യയാണ്. അതിലേക്ക് കടക്കുകയാണ്. പിന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട വലിയ കലാപങ്ങളായിരുന്നെങ്കിൽ വലിയ കലാപങ്ങളിൽ നിന്ന് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന മോദി ലോക ഗുരുവാകാൻ ശ്രമിക്കുമ്പോൾ വലിയ കലാപങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും. അപ്പോൾ BBC ഉണ്ടാക്കിയ ബുദ്ധിമുട്ടറിയാലോ. അപ്പോൾ ചെറിയ ചെറിയ പോക്കറ്റുകൾ, വ്യക്തികളെ ആളുകൾ കൂട്ടം തല്ലിക്കൊല്ലുക, അത്തരം ഇൻസിഡൻസ് എപ്പോഴും വെറുപ്പിങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കും. ഉന്മൂലനമല്ല, വെറുപ്പിങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഹെയ്റ്റ് ഇങ്ങനെ നിലനിർത്തും. ആത്യന്തികമായി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആശയധാരയ്ക്കും രാഷ്ട്രീയത്തിനും ആ വെറുപ്പിന് മേലെ നിൽക്കാൻ കഴിയൂ. അല്ലാതെ ഉജ്ജ്വല യോജന കൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരല്ല ആ സർക്കാർ എന്ന് നമ്മൾ കാണണം. അല്ലെങ്കിൽ 19 കോടി ആളുകൾക്ക് പൈപ്പിലെ വെള്ളം കൊടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. ആ സർക്കാർ ഇങ്ങനെ പോകാൻ കഴിയൂ. ആ സർക്കാരിനെ നിതീഷ് കുമാറും അല്ലെങ്കിൽ നായിഡുവും കൂടി തിരുത്തിക്കളയും എന്ന് വിചാരിക്കുന്നതിലും കുഴപ്പമാണ്. അവർക്ക് പോലും അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. അവർക്ക് നേരത്തെ വയർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് പഴയ നേതാക്കളുടെ നിഴൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അവർക്ക് മോദിയായിട്ട് കോർക്കാനോ മോദിയുമായിട്ട് പോർട്ട്ഫോളിയോസിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് തർക്കങ്ങൾ പോലുമില്ല. കാരണം അവർക്കും പലതരത്തിലുള്ള ആഭ്യന്തരമായ താല്പര്യങ്ങളും പലതരത്തിലുള്ള ലോക്കൽ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോദിയുടെ മുന്നോട്ട് നിൽക്കുന്ന വഴിയും മുന്നോട്ടുള്ള വഴിയും എല്ലാം ഹേറ്റും ഡിവൈഡുമാണ്. അതിലവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെത്ര നമ്മൾ കണ്ടു നിൽക്കുന്നോ അത്രയും വലിയ അപകടത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന് തിരിച്ചറിയാൻ
കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ. പ്രതിപക്ഷമാണ്, നമുക്ക് സംസാരിക്കാനുള്ള പ്രതിപക്ഷത്തോടാണല്ലോ, അവർ വലിയ സംഖ്യയായല്ലോ, അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള കാര്യം ഇഷ്യൂസിൽ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ CPM പോലും പറയാനുള്ള കാര്യം എന്താണ്? എന്താണോ മുന്നോട്ട് വെക്കുമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തെളിമയോടെ മുന്നോട്ട് വെക്കുക, അതിൽ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അഭ്യാസം കാണിക്കാതിരിക്കുക, പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പോവേണ്ട തരത്തിൽ കാര്യങ്ങൾ മോശമായി കഴിഞ്ഞു. ഇനി ആർക്കും വളഞ്ഞ വഴി എടുക്കാൻ കഴിയില്ല. പ്രോ വേർഷൻ പ്ലേ അവർ ഗെയിം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വേർഷൻ കൊണ്ട് കാര്യമില്ലെന്നും മനുഷ്യരുടെ രാഷ്ട്രീയം പറയാൻ തയ്യാറാവണം, അതിന് കഴിയട്ടെ എന്നാണ് നമുക്ക് ഈ എന്താ പറയുക ഏറ്റവും മോശം സമയത്തുള്ള പ്രത്യാശ. യെസ്, ഇപ്പോൾ ദവസാർ പറഞ്ഞ പോലെ ഗുജറാത്തിൽ പോലും നടന്ന സംഭവം നമ്മൾ ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. ആദ്യത്തെ 22 ദിവസങ്ങളിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കണക്കുകൾ മാത്രമാണിത്. അപ്പോൾ ഈ അപകടകരമായ സാഹചര്യത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിശബ്ദതയാണ്, അതിനോട് കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടുകൂടാ. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം, ശബ്ദങ്ങൾ ഉറച്ചു തന്നെ ഉയരണം.